بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا إذا رجت الأرض رجا وبست الجبال بسا. ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ അതിനെ ചെറുത്താനോ നിഷേധിക്കാനോ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ സാധ്യമല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതിന് ശേഷം ആ ഖിയാമത്ത് നാളിന്റെ കളം ഒരുക്കുന്ന അവസ്ഥയാണ്. എന്താണ് ഖിയാമത്ത് നാൾ എന്നതിന്റെ ചെറിയൊരു വിവരണമാണ് ഈ ആയത്തിലുള്ളത്. സംഭവിക്കേണ്ടത് സംഭവിച്ചാൽ എന്ന് വെച്ചാൽ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ, ഭൂമി അതിന്റെ പ്രകമ്പനം നടത്തപ്പെട്ടാൽ, ഭൂമിക്കൊരു കുലുക്കമുണ്ട്, ലാസ്റ്റ് കുലുക്കം, എല്ലാ സ്ഥലങ്ങളിലും നാശം വിതക്കുന്ന ബീഭത്സകമായൊരു പ്രകമ്പനുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ, ഭൂമിയെ വിറപ്പിക്കപ്പെട്ടാൽ, ഒരു വിറപ്പിക്കൽ, ഒരു ഇളക്കൽ, ഒരു കൂട്ടിയിടി, ഒരു പ്രകമ്പനം നടത്തേണ്ടത് നടത്തപ്പെട്ടാൽ, വബുസ്സത്തിൽ ജിബാലു ബസ്സ, പർവ്വതങ്ങളൊക്കെ പൊടിപടലങ്ങളാക്കപ്പെട്ടാൽ, ധൂളികളാക്കപ്പെട്ടാൽ, പർവ്വതങ്ങൾ തരിപ്പണമാക്കപ്പെട്ടാൽ, ഫകാനത്ത് ഹബാഅം മുംബത, ഭൂമിയും പർവ്വതം കൂട്ടിമുട്ടി ഇളകിമറിച്ച് പ്രകമ്പനം കൊണ്ട് ഇട്ടിടിച്ച് അവസാനം പർവ്വതങ്ങൾ പൊടിപടലങ്ങളാക്കപ്പെട്ടു. അതിന്റെ പൊടികൾ അന്തരീക്ഷത്തിൽ പാറിപ്പോകുന്ന ധൂളികളായി മാറിയ ഇതാണ് ഖിയാമത്ത് നാൾ. അതല്ല, അതിന് മേലെയാണ്. ഈ ഒരു രീതി പല സൂറത്തിലും അല്ലാഹു തആല പല ശൈലിയിലും പറഞ്ഞിട്ടുണ്ട്. അതന്നെയാണ് സൂറത്തുൽ സൽസലയിലുള്ളത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ, ഭൂമി അതിന്റെ അവസാനത്തെ കിലുകിലാക്കിലുക്കം കുലുക്കപ്പെട്ടാൽ, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, അതിന്റെ അകത്തുള്ള ഭാരങ്ങളെ ഭൂമി പുറന്തള്ളിയാൽ, വഖാലൽ ഇൻസാനു മാ ലഹാ, മനുഷ്യന്മാര് പറയും എന്ത് പറ്റി, വിറങ്ങലി ചന്താളിച്ച് ഭയവിഹുലരായി കഴിയും എന്ന് ഖുർആൻ പറയുന്നു. അതന്നെയാണ് അൽ ഹാഖ. അൽ ഹാഖത്തു മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ, അതന്നെയാണ് അൽ ഖാരിയ. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش. അഭീകരമായ മുഴക്കമുണ്ടായാൽ, വിതറപ്പെട്ട പാറ്റകളെ പോലെ ആവും മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ. അവിടുന്നും കൊൽക്കും ഇവിടുന്നും കൊൽക്കും, ഒന്നായിട്ടാവുമ്പോ മനുഷ്യന്മാരൊക്കെ കൂടി ഇങ്ങോട്ട് അണ്ടും കൊണ്ട് വെപ്രാളത്തിൽ ഓടും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ, ഭൂമിയെ വിറപ്പിക്കപ്പെട്ടാൽ, റജ്ജൻ ഒരു വിറപ്പിക്കപ്പെട്ടാൽ, വബുസ്സത്തിൽ ജിബാലു ബസ്സ, പർവ്വതങ്ങൾ തരിപ്പണമാക്കപ്പെട്ടാൽ, ഫകാനത്ത് അവകൾ ആകും ഹബാഅം മുംബത, വായുവിൽ പാറിപ്പോകുന്ന ധൂളികളെ പോലെയാകും. സുബ്ഹാനല്ലാഹ്, ഒക്കെ തകിടം മറിയുള്ളതാണ്. ഈ പർവ്വതങ്ങളെ കുറിച്ച് പറയുമ്പോഴേ ഈ പർവ്വതങ്ങളെ ഇളക്കലും കുലുക്കും തമ്മിൽ ബന്ധമുണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെ ഇത്ര കൂടുതൽ ഭൂമിയിലേക്ക് ഉണ്ടാകാൻ കാരണം എന്താ? കോറികൾ കൂടിയതാണെന്നാണ് പഠനം. പുതിയതായും പഴയതും പുറത്തു വരുന്നത് അങ്ങനെയാണ്, കോറികൾ കൂടിയതാണ്. ഈ പർവ്വതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചത് ആണികളായിട്ടാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നോക്കൂ, അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ, ഭൂമിയെ നമ്മൾ തൊട്ടിലാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടിലിൽ കുട്ടി സുരക്ഷിതമായി കിടക്കും പോലെ നമുക്ക് പാർക്കാൻ സുരക്ഷിതമാക്കി സംവിധാനിച്ചു.
വൽ ജിബാല ഔതാദ. ഔതാദ് എന്ന് പറഞ്ഞ ആണികൾ എന്നാണ്. പർവ്വതങ്ങളെ നമ്മൾ ആണികളാക്കുകയും ചെയ്തു. ഒരു സാധനം നശിപ്പിക്കുമ്പോ ആദ്യം ഊരിലെ ആണിയല്ലേ? നമ്മളൊരു സാധനം ഉണ്ടാക്കി അത് കേടെത്തുമ്പോ ആദ്യം ഊരിലെ ആണിയാണല്ലോ. അതാണ് ഈ പറയുന്നത്. ഏത് ബുസ്സത്തിൽ ജിബാലു ബസ, പർവ്വതങ്ങൾ തരിപ്പണാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ആണി ഊരിലെ അങ്ങനെ തന്നെയാണ്. ആണികൾ ഇളക്കിയാല് അവിടെ ഇളക്കുണ്ടാവും. ആണികൾ ഇളക്കാൻ പാടില്ല. ഇപ്പൊ നമ്മള് ഒരു വണ്ടി മേടിക്കുമ്പോ അതിന് കുറെ സ്കൂറായിട്ട് മുറുക്കിയിട്ടുണ്ടാവും. അതൊക്കെ കൂടി പറിച്ചെടുത്താ പിന്നെ പോകുമ്പോ വണ്ടി കുലുങ്ങും. ഭൂമി ഒരു വണ്ടിയാണ്. ഇത് നമ്മൾ കുലുക്കറിയാത്തത് ഈ ആണികൾ ഉള്ളതുകൊണ്ടാണ്. കുറെ ആളുകൾ ആണികളൊക്കെ പറിച്ചു അവരുടെ കച്ചവടത്തിന് വേണ്ടി കുലുങ്ങാൻ തുടങ്ങി. ഈ കുലുക്കറിയാതിരിക്കാൻ വേണ്ടിട്ട് ആണി വെച്ചത്. നമ്മൾ ഇവിടുന്ന് ഒരു ബുള്ളറ്റ് എടുത്തിട്ട് കോഴിക്കോടേക്ക് പോടുന്നു കേട്ടാ. കോഴിക്കോട് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഇളക്കുക അവർ കുലുക്കാം. അപ്പോ എന്താ ബാക്കിൽ ആരും ഇല്ലായിട്ടാണ്. ലഗേജ് ബാക്കിലുണ്ടെങ്കിൽ കുലുങ്ങൂല. ഇതാണ് ഈ ഇടയ്ക്ക് ഇങ്ങനെ കുലുങ്ങ. അങ്ങനെ പോകുമ്പോഴാണ് കക്കാടെത്തിയപ്പോ ഒരു തടിമാടൻ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കണുണ്ട്. അപ്പൊ നമ്മളവിടെ വണ്ടി എടുത്തിട്ട് എടുക്കാ കോഴിക്കോട്ടേക്ക് അൽഹംദുലില്ലാഹ് കയറിക്കൊള്ളും. അപ്പൊ അയാളെ അടിച്ച് സ്നേഹം കൊണ്ട് കയറ്റിയാണ്. ഇയാള് കയറ്റിയ എന്തിനാരെങ്ങള് ബാക്ക് കുലുങ്ങാക്കാനാണ്. ഇനി അയാൾ അവിടെ ഉള്ളിടത്തോളം സാധനം കുലുങ്ങൂല. അയാള് രാമനാട്ടിലെത്തി പറഞ്ഞു എന്റെ സ്ഥലം മുഴുവൻ എന്താണ് ഇയാൾക്ക് വേജാറ് തുടങ്ങി. കുറച്ചവനെ കുലുക്കം തുടങ്ങുമല്ലോ. ഇനി ആ കുലുങ്ങ വൽ ജിബാല ഔതാദ, അത് കുലുക്കല്ലാക്കാൻ വേണ്ടി വെച്ചാണ്. അത് ഇളക്കിയപ്പോ കുലുക്ക അറിയാൻ തുടങ്ങി. പക്ഷെ അന്ന് എന്തുണ്ടാവും? ഏതെങ്കിലും ആണി കോരിക്ക് വേണ്ടി പരിക്കല്ല. എല്ലാ ആണികളും ജിബാലു ബസ. ഒരു ഹദീസ് തമ്മിലൊന്ന് കൂട്ടി വായിക്കണമല്ല. എന്റെ പണി അതൊക്കെയാണ്. ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ട ഒരു അടയാളമാണ് ചെറിയ ചെറിയ കുടിലുകളിൽ കഴിഞ്ഞ ആളുകൾ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കും. യതതാവലൂന ഫിൽ ബുനിയാൻ എന്ന് പറഞ്ഞാൽ മരാമത്ത് വർക്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വരും. അതും ഈ ഖിയാമത്ത് നാൾ തമ്മിൽ എന്താ ബന്ധം? മരാമത്ത് വികസിച്ച് അതിങ്ങനെ വല്ലാതെ കൊട്ടാരങ്ങളും കോട്ടകളും ഒക്കെ കെട്ടിപ്പോണെങ്കിൽ ഭൂമിന്റെ അടിയിൽ നിന്ന് കുറെ പർവ്വതങ്ങളും അതിന്റെ അടിയിലുള്ള കനികളൊക്കെ എടുക്കണം. മാർബിളൊക്കെ അതിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കണല്ലേ? അല്ല അങ്ങനല്ലേ? മാർബിളല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. അല്ല പല ഇതിന്റെ അടിയിൽ നിന്ന് എടുക്കണമില്ലേ? അതന്നെ. ഇതിന്റെ അടിയിലുള്ള സാധനങ്ങളൊക്കെ മാന്തി തോണ്ടി എടുക്കണല്ലോ. അപ്പൊ എന്താവും? മരാമത്ത് വർക്കിൽ ആളുകൾ മുഴുകാൻ തുടങ്ങും. അത് സത്യത്തിൽ ഭൂമി ഇതാ സുൽസിലത്തിൽ അത് സിൽസാലൊക്കെ കാരണാവും ചെയ്യും. ഈ വലിയതൊന്നുമല്ലേ, ചെറിയ പഠനത്തിലൊക്കെ ശരിയാന്ന് തോന്നും. പക്ഷെ അങ്ങനെ ആവുമ്പോൾ മദീനത്തേക്കാണ് നോക്കിയാല് അവിടെ എന്നും മലകൾ പൊളിക്കാണ് പണി. പക്ഷെ അവിടെ ഒട്ട് കുലുങ്ങണില്ല. അവിടെ മല പൊളിക്കാത്ത ദിവസം ഉണ്ടോ? JCB മലന്റെ മുകളിൽ നിന്ന് ടൊച്ചല്ലാത്ത ഏതെങ്കിലും ദിവസം മക്കത്ത് മദീനത്തുണ്ടോ? എത്ര മലകളാ പൊളിക്കുന്നത്? പക്ഷെ അവിടെ ഒട്ട് കുലുക്കൊല്ല. അപ്പൊ ഇത് മാത്രല്ല കാരണം എന്ന് മനസ്സിലായി. പിന്നെ കാരണം ഖുർആനിൽ തന്നെ പച്ചയില് പറഞ്ഞിട്ടുണ്ട്, കാരണം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ സഹായകമാവാം. എന്നാലൊരു കുലുക്കുണ്ട്. അത് കോഴ പൊളിച്ചിട്ടാണോ പാറ പൊട്ടിച്ചിട്ടാണോ അതൊന്നും അള്ളാഹ് നോക്കൂല. ഒരു കാറ്റ് കണ്ട് വരാണ്ട്. ഇതിന്റെ തഫ്സീറിൽ ആ കാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു കാറ്റ് വരാണ്ട്. കാറ്റ് വന്നോടുകൂടി ഗുഹക്കകത്തും കോട്ടകൾക്കുള്ളിലും സുരക്ഷിതമായി കഴിയുന്ന ഒരല്പം വിശ്വാസം കൽബിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും ആ കാറ്റ് തട്ടിയാലും മരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിന് ശേഷമായിരിക്കും മിക്കവാറും ഈ സംഭവം നടക്കുന്നത്. ഏത്? ഇത് വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ فكانت هباء منبثا. ഭൂമി അതിന്റെ പ്രകമ്പനം നടത്തപ്പെട്ടാൽ, ബീഭത്സകമായ മുഴക്കത്തോടെ ഭൂമി കുലുക്കപ്പെട്ടാൽ, പർവ്വതങ്ങൾ അടർത്തിയെടുത്ത് തരിപ്പണമാക്കപ്പെട്ടാൽ, വായുവിൽ പാറിപ്പോകുന്ന ധൂളികളെ പോലെ പർവ്വതങ്ങൾ ആക്കപ്പെട്ടാൽ, പെട്ടാൽ എന്ത്? അതിന് ഷർത്തിന്റെ ജവാബ് എന്നാ പറയാ. ഇതട്ട് തുടങ്ങിയാൽ അതിനൊരു ജവാബ് ഉണ്ടാവും. ഇതാ വക്കാലത്തിൽ വാക്കുക. അവിടുന്നാണ് പരിപാടി തുടങ്ങിയത്. ഇതാ അതിന്റെ വാക്ക് തന്നെയാണിത്. പ്രകമ്പനം ചെയ്യപ്പെട്ടാൽ, പർവ്വതങ്ങൾ ധൂളികളാക്കപ്പെട്ടാൽ, എന്നിട്ട് എന്ത്? അത് നാളെ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികൾ ആരും ഉറങ്ങണില്ല കേട്ടോ. ആരും ഉറങ്ങണില്ല. നല്ല സന്തോഷമുണ്ട്. എന്റെ മുഖത്ത് അതിന്റെ ഒരു വെളിച്ചല്ലേ. എന്താ നിങ്ങളൊന്ന് സഹകരിക്കാത്തത്?
ഇപ്പൊ കുട്ടികൾ ആരും ഉറങ്ങണില്ല. എന്തേ 2 ദിവസം കൊണ്ട് ഇത്ര വലിയ മാറ്റം കിട്ടിയത്? അതിനാണ് ആ കഷായം കൊടുത്തിരുന്നത്. എവിടെ എന്ത് കഷായം കൊടുക്കാന്ന് ഒരു ഉസ്താദിനെ അറിയണല്ലോ. നിങ്ങൾ ആർക്കും ഈ പരസ്യമായിട്ട് സാഹസിച്ച് ഇങ്ങനെ പറയണമെന്ന്? ചിലത് അങ്ങനെ വേണ്ടി വരും, ചിലത് രഹസ്യമായിട്ട് പറഞ്ഞാൽ തീരൂല. അപ്പൊ എന്ത് വേണ്ടി വരും? പെങ്ങളോക്കാണെങ്കിൽ കണ്ണിന്റെ വലുപ്പൊക്കെ അതിന്റെ കണ്ണിങ്ങനെ കീഴ്പോട്ട് പോയിട്ടന്നില്ല, അതായിരിക്കണം താന്നിട്ടന്നില്ല. അപ്പൊ അങ്ങനെ അതിനൊക്കെ ഈ കഷായം മുസ്താരിഷ്ടം കൊടുക്കാൻ അതിന് പറയാം. അങ്ങനെയാണ് കൂട്ടിയാൽ മതി. നിങ്ങളോടെല്ലാം പറയണത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എന്നാ മുൻദിറ لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى ال محمد. اللهم مثل الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم مثل ثواب ما قرأنا من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة إلى حضرة حبيبنا محمد المصطفى صلى الله عليه وسلم وإلى حضرات من دفنه علينا حول هذا المسجد يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم. سبحان ربك